ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. KCC 15. നിങ്ങൾ വേദപാഠം പഠിക്കാൻ തുടങ്ങിയിട്ട് 15 കൊല്ലമായി. KCC 15 ഈ 15ാമത്തെ വർഷം ഗൗരവതരമായ ചില വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അത് അതിൻ്റെ തന്നെ ആഴത്തിൽ പഠിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തെ ക്ലാസ്സിൽ ദൈവവചനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന 2 ലിങ്കുകളുണ്ട്. അതിൽ ഒന്നാമത്തേത് താമരശ്ശേരി മതബോധന വിഭാഗം തരുന്ന ഒരു യൂട്യൂബ് ലിങ്കാണ്. അതുപോലെ തന്നെ ഇതും നിങ്ങൾക്ക് സംലഭ്യമാകും. ഇത് രണ്ടും പോരാതെ നിങ്ങൾക്ക് ഒരു PDF-ലുള്ള നോട്ടും ലഭിക്കുന്നു. ഇവയെല്ലാം ഒന്ന് മറ്റതിൻ്റെ ആവർത്തനമല്ലേ അല്ല, ഒന്നിൻ്റെ വിശദീകരണവുമല്ല. ഒരു വിഷയത്തെ വ്യത്യസ്ത കോണുകളിൽ സമീപിക്കുന്നതാണ് ഈ മൂന്നും. 2 യൂട്യൂബ് ലിങ്കുകളിലൂടെ ഉള്ള പരിപാടിയും ഒരു നോട്ടും. അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രം നോക്കരുത്, മൂന്നും ഒരുമിച്ച് നോക്കണം. ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായി. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ വിഷയത്തിന്റെ ആഴത്തിലേക്ക് കടക്കാൻ സാധിക്കുക. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട്, അതായത് നോട്ട് വായിക്കണം, നമ്മുടെ മതബോധന വിഭാഗം പുറപ്പെടുവിപ്പിക്കുന്ന ആ പ്രോഗ്രാം കാണണം, അതുപോലെ തന്നെ ഇതിൻ കാണണം. അങ്ങനെ മൂന്നും ഉണ്ട് എങ്കിൽ മാത്രമാണ് വിഷയത്തിന്റെ ഏറെക്കുറെ ഒരു സമഗ്ര ചിത്രം നമുക്ക് ലഭിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ആരംഭിക്കാം. നമ്മുടെ വിഷയം എന്നത് ഒന്നാമത്തെ പാഠം ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ പ്രാധാന്യം എന്നതാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമരുളുന്നു. നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷമായി വിശുദ്ധ ഗ്രന്ഥം എല്ലാ ഭവനങ്ങളിലും, അഥവാ കഴിഞ്ഞ 50 വർഷം മുമ്പ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കത്തോലിക്ക ഭവനങ്ങളിൽ ഒരു അപൂർവ വസ്തു തന്നെയായിരുന്നു. വിശുദ്ധ ഗ്രന്ഥം ഇല്ലായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം, അപൂർവ വസ്തുവായിരുന്നു. എല്ലാ വീടുകളിലും ഇല്ലായിരുന്നു, എല്ലാവരും വായിക്കുകയും ഇല്ലായിരുന്നു. എന്നാൽ POC, പാസ്റ്ററൽ ഓറിയന്റേഷൻ കൗൺസിൽ, 1967 ബൈബിൾ വിവർത്തനം ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ 72 എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ നിയമം പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തു. 2.5 രൂപയാണ് അതിൻ്റെ വിലയായിരുന്നു, അത് ഞാൻ ഓർക്കുന്നു. 1981 സമ്പൂർണ്ണ ബൈബിള് വിവർത്തനം ചെയ്തത്. അങ്ങനെ നമ്മുടെ മലയാള ഭാഷയിൽ അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ ബൈബിളുകളെക്കാളും പ്രാമുഖ്യത്തോടുകൂടെ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ബൈബിളായി POC ബൈബിൾ രംഗപ്രവേശം ചെയ്തു. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നത്. അതിൽ പിന്നെ ഇങ്ങോട്ട് വിവിധങ്ങളായ ധ്യാനങ്ങളിലൂടെ, വീണ്ടും ദൈവവചനത്തിലുള്ള ആഭിമുഖ്യത്തിലൂടെ
പുതിയ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തും അതിന്റെ വികാസത്തോടും കൂടെ ദൈവവചനത്തിന് അന്യതര സാധാരണമായ ഒരു പ്രാധാന്യം കൈവരികയും എല്ലാ ഭവനങ്ങളിലും സുവിശേഷം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാവുകയും ചെയ്തു. ഈ ബൈബിളിനെ കുറിച്ച്, ദൈവവചനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു മലയാളം ബൈബിൾ ചരിത്രത്തെ കുറിച്ച്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ബൈബിൾ ചരിത്രത്തെ കുറിച്ച്, അഥവാ സുറിയാനിയുടെയും കൂടെ നമുക്ക് സിറിയൻ കാത്തലിക് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സുറിയാനിയിൽ നിന്ന് വിവർത്തനം ചെയ്ത 1-2 നമുക്ക് പരാമർശിക്കാതെ വയ്യ. അതിലേറ്റവും ആദ്യത്തേതാണ് 1806 കായംകുളത്തു നിന്നുള്ള ഫിലിപ്പോസ് റമ്പാൻ വിവർത്തനം ചെയ്ത, സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത സുവിശേഷം. സുറിയാനി എന്ന് പറയുമ്പോൾ അത് ഈസ്റ്റേൺ സിറിയക്കല്ല, വെസ്റ്റേൺ സിറിയക്കിൽ നിന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതിപ്പോഴും നമുക്കതിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും ലഭ്യമാണ്. നമ്മുടെ ഇതിന്റെ ഇടതുവശത്ത് കാണുന്നതാണ് റംബാൻ ബൈബിൾ എന്നു പേരുള്ള, അത് ചതുര ലിപിയിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. നമുക്ക് വായിക്കാൻ ഈ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഷീത്തായിൽ നിന്നുള്ള വിവർത്തനമാണ് എങ്കിൽ ഇത് മഞ്ഞുമ്മൽ ബൈബിൾ 1905 വന്നത്. അത് ഉൾഗാത്ത ലത്തീനിൽ നിന്നുള്ള വിവർത്തനമായിരുന്നു. ഷീത്ത സുറിയാനിയാണ്, ഉൾഗാത്ത ലത്തീനാണ്. ലത്തീൻ ബൈബിളിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് 1905 മഞ്ഞുമ്മലാണ്. കാത്തലിക് മിഷണറിമാരാണ് അത് ചെയ്തത്. വീണ്ടും സിറിയൻ കാത്തലിക്കിന്റെ, നമ്മുടെ ബൈബിളിന്റെ വിവർത്തനം ആരംഭിക്കുന്നത് 1924 കനിമൂസ മാണിക്കത്തനാരും സംഘവും പഞ്ചഗ്രന്ഥി മോശയുടെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തുകൊണ്ടാണ്. അതിനുശേഷം 1940 പുതിയ നിയമം വിവർത്തനം ചെയ്യപ്പെട്ടു. അങ്ങനെ വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും എല്ലാ ഭവനങ്ങളിലും എത്താനുള്ള ഒരു സംവിധാനം അന്ന് ഉണ്ടായിരുന്നില്ല. ബൈബിളുകൾ അത്ര എളുപ്പത്തിൽ ലഭ്യമല്ല, വിലയും കൂടുതലായിരിക്കണം. ഏതായാലും അതൊക്കെ അപൂർവം ചില ഭവനങ്ങളിൽ മാത്രവും ആയി ഒതുങ്ങി നിന്നു. അതിനിടയിൽ തന്നെ ഒരുപാട് ബൈബിളുകൾ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരം നേടി. സത്യവേദ പുസ്തകം പ്രൊട്ടസ്റ്റന്റുകാരും ഒരു പരിധിവരെ യാക്കോബായ ഓർത്തഡോക്സുകാരും ഉപയോഗിച്ചു. പ്രധാനമായും അത് ഉപയോഗിച്ചത് പ്രൊട്ടസ്റ്റന്റുകാരും പെന്തക്കോസുകാരുമാണ്. ഫാദർ തോമസ് മൂത്തേടന്റെ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു, ബെറ്റർ ലൈഫ് സെന്റർ ആളൂർ പ്രസിദ്ധം ചെയ്തത്. വീണ്ടും പാലാ ഓശാന മൗണ്ടിൽ നിന്ന് ഓശാന എന്ന് പറയുന്ന ഒരു ബൈബിൾ ഉണ്ടായി. വളരെ വിലക്കുറഞ്ഞ ആ ബൈബിള് ആളുകളുടെ ഇടയിലൊക്കെ നന്നായി പ്രചാരം നേടുകയുണ്ടായി. പക്ഷെ അതിനൊട്ടും ആധികാരികത ഇല്ലായിരുന്നു, ഇപ്പോഴുമില്ല. പിന്നീട് ഉപ്പാണിയച്ചൻ ഷീതായിൽ നിന്ന് വീണ്ടും വിവർത്തനം ചെയ്തു. വളരെ മനോഹരമായ സമ്പൂർണ്ണ ബൈബിളാണ് അദ്ദേഹം വിവർത്തനം ചെയ്തത്. അതിന്റെ കോപ്പികൾ ഇപ്പോൾ ലഭ്യമാണോ എന്നറിയില്ല. വീണ്ടും പഠന ബൈബിൾ POC വിവർത്തനം ഇറക്കുകയുണ്ടായി. പഠന ബൈബിൾ എന്ന് പറയുമ്പോൾ ബൈബിളിനെ ആഴത്തിൽ വീണ്ടും ഗൗരവതരമായി സമീപിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം എന്ന നിലയിൽ അത് വളരെയേറെ ജനസമ്മതി ആർജിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കാര്യമായിട്ട് കടക്കാം. ഒരു പ്രൊട്ടസ്റ്റന്റ് ചോദ്യം കൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. നിങ്ങൾ കത്തോലിക്കരെന്താ നിങ്ങളുടെ ആൾക്കാർ ബൈബിൾ വായിക്കാൻ സമ്മതിക്കാതിരുന്നത്? ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ, ചരിത്രത്തിലുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അവര് സഭ വിട്ടുപോകുമെന്ന ഭയം കൊണ്ടല്ലേ. ബൈബിള് വായിച്ചാൽ സഭ വിട്ടുപോകും എന്ന ഭയത്താൽ കത്തോലിക്ക സഭ ബൈബിൾ വായന സാമാന്യ ജനത്തിന് നിഷേധിച്ചിരുന്നു എന്നൊരാക്ഷേപം ഒരുപാട് കാലങ്ങളായി പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഉത്ഭവത്തോടൊപ്പം തന്നെ നമ്മളും കേട്ടിരിക്കുന്ന ഒന്നാണ്. ഇതിന്റെ വാസ്തവം എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അഥവാ അതിന്റെ വാസ്തവം അന്വേഷിക്കുക എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ചോദ്യം ഇതാണ്: കത്തോലിക്ക സഭ അതിലെ ആത്മായരെ
ദൈവവചനം വായിക്കുന്ന കാര്യത്തിൽ വിസമ്മതിച്ചിരുന്നുവോ? ഇത് പറയുമ്പോൾ നമുക്ക് ബൈബിളിന്റെ വിവർത്തനത്തെ കുറിച്ച് ഒന്ന് ആലോചിക്കാതെ വരും. ബൈബിൾ ആദ്യം വിവർത്തനം ചെയ്തത് ജോൺ വൈക്ലിഫ്. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഇംഗ്ലീഷിലേക്ക് അത് വിവർത്തനം ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നു. 1382 അദ്ദേഹം ബൈബിൾ വിവർത്തനം ചെയ്തതിന്റെ പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശം കത്തോലിക്ക സഭയെ ആക്രമിക്കുക എന്നുള്ളത് മാത്രമായി. അഥവാ ബൈബിൾ വിവർത്തനം ചെയ്ത് അത് വായിപ്പിക്കുക വഴിയായി ബൈബിളിന്റെ യഥാർത്ഥ ഉടമയായിരിക്കുന്ന ഏത് സഭയിൽ ബൈബിൾ രൂപപ്പെട്ടുവോ, ആരാണോ അതിനെ വിശദീകരിക്കാൻ വേണ്ടി കടപ്പെട്ടിരിക്കുന്നത്, ആ കത്തോലിക്ക സഭയിൽ നിന്ന് അകന്നു പോകുവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പ്രൊട്ടസ്റ്റന്റുകാർ ബൈബിൾ വിപ്ലവം ആരംഭിച്ചത്. വീണ്ടും അവരാദ്യം മുന്നോട്ട് വെച്ച കാര്യം സോളാ സ്ക്രിപ്തൂറ എന്ന വാദമാണ്. നമ്മൾ കഴിഞ്ഞ 14ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം. സ്ക്രിപ്ചർ അലോൺ, അതായത് സഭയിൽ വേണ്ട, കൂദാശ വേണ്ട, പാരമ്പര്യങ്ങൾ വേണ്ട, എഴുതപ്പെട്ടിരിക്കുന്ന ഈ ബൈബിൾ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബൈബിളിനെ വിവർത്തനം ചെയ്യുകയും തങ്ങൾക്ക് തോന്നിയ മാതിരി അതിനെ വിശദീകരിക്കുകയും ചെയ്തു. സഭ വിട്ടുപോകാൻ വേണ്ടി അവർ ബൈബിൾ ഒരു ഉപകരണമാക്കുകയാണ് ചെയ്തത്. സഭയുടെ അധികാരത്തെ, ശ്ലൈഹികമായ അധികാരത്തെ, പ്രബോധനാധികാരത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാധ്യമം, ഒരു ടൂൾ മാത്രമായിട്ടാണ് അവർ ഈ ബൈബിൾ വിവർത്തനത്തെ പലപ്പോഴും കണ്ടത്. അപ്പോ നമ്മൾ ആ ചോദ്യത്തെ ഒന്നുകൂടെ സമീപിക്കുകയാണ്. കത്തോലിക്കർ എന്താ നിങ്ങളുടെ ആൾക്കാർ ബൈബിൾ വായിക്കാൻ സമ്മതിക്കാതിരുന്നത്? അവർ സഭ വിട്ടുപോകുന്ന ഭയം കൊണ്ടല്ലേ? ഇതാണ് ചോദ്യം. നമുക്ക് ഉത്തരം പറയാം. ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് വൈദികനായി. ഒരു പുൾപിറ്റിൽ നിന്നുകൊണ്ടാണ്, അഥവാ ഒരു പ്രസംഗ പീഠത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഞായറാഴ്ച തോറുമുള്ള ഹോമിലി, ലത്തീനിലുള്ള ഹൊമിലിയ എന്ന വാക്കിൽ നിന്നാണ് ഹോമിലി, ഈ സുവിശേഷത്തിന്റെ അന്ന് വായിച്ച സുവിശേഷത്തിന്റെ വിശദീകരണമാണ് ഈ ഹോമിലിയിൽ പറയുക. ആ സുവിശേഷം എവിടെ നിന്നാണെന്നും അതിനെന്ത് അർത്ഥമാക്കിയിരിക്കുന്നുവെന്നും കത്തോലിക്ക സഭ എന്താണ് നിങ്ങളെ അതുവഴിയായി പ്രബോധിപ്പിക്കുന്നതെന്നും ഈ വൈദികൻ കുർബാനയ്ക്ക് മധ്യേ വിശദീകരിക്കുന്നു. ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും ഈ ഹോമിലി ഉണ്ടായിരിക്കും, വിശേഷിച്ച് ഞായറാഴ്ചകളിൽ ഉണ്ടായിരിക്കും. ഈ ഞായറാഴ്ചത്തെ ഈ ഹോമിലി വെറും ഒരു പ്രസംഗമല്ല, അത് ബൈബിൾ വ്യാഖ്യാനമാണ്, മതബോധനം. എന്തുകൊണ്ടാണ് അത് വൈദികൻ ചെയ്തത്? ഒരു കാര്യം നമ്മൾ അറിയണം. സാക്ഷരത എന്നത് ഒരു കിട്ടാക്കനിയായിരുന്ന ഒരു കാലത്തായിരുന്നു നമ്മൾ ഈ പറയുന്ന ആക്ഷേപം ഉണ്ടായിരുന്നു. ഭൂരിഭാഗം പേരും എഴുത്തോ വായനയോ അറിയില്ലാത്തവരായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ എന്നത് വായിക്കാൻ സാധിക്കുന്നില്ല. വൈദികനാണ് അത് വിശദീകരിക്കുന്നത്, അവരത് കേട്ടു നിൽക്കുന്നു, ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. ഭൂരിഭാഗവും ഇല്ലിറ്ററേറ്റ്, നിരക്ഷര കുഷികളാണ്. രണ്ടാമത്തത് മൂലഭാഷയിൽ അറിവില്ല. ബൈബിൾ എഴുതിയിരിക്കുന്ന ഭാഷയെ കുറിച്ചുള്ള അവഗാഹം ഏത് ഭാഷയിലായാലും വിവർത്തനത്തിന്റെ ആന്തരാർത്ഥത്തിലേക്ക് കടന്നു പോകാൻ സഹായിക്കും. അവഗാഹം വേണമെന്നില്ല, അതിനെക്കുറിച്ച് ഒരു അവബോധമെങ്കിലും വേണം, ഇല്ലെങ്കിൽ പണിപാളും. 7 തവണ 70 എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ അത് ഗുണനം ശരിയല്ലല്ലോ, 7 49 ആണല്ലോ എന്നാണ് നമ്മുടെ മുമ്പിൽ വരിക. അതൊരു ശൈലിയാണെന്നും അനേകം എന്നാണെന്നും പഠിക്കണമെങ്കിൽ ആ മൂലഭാഷയെ വിശ്വസ്തതാപൂർവ്വം നമ്മൾ പിന്തുടരും. അതുകൊണ്ട് തന്നെ ഒരുപാട് പഠനത്തിലുള്ള വൈകല്യങ്ങൾ, അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണ്ഡിതരായ വൈദികരായിരുന്നു ഇക്കാര്യം നടത്തിക്കൊണ്ടിരുന്നത്. മൂന്നാമത്തെ, വ്യാഖ്യാനം തെറ്റാകാൻ വലിയ സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ അതിന്റെ കാര്യങ്ങളിലേക്ക് കടന്നു. കുറച്ചറിവ് മാത്രമേ ഉള്ളൂ, ഈ ഭാഷയിലുള്ള പഠിത്തം മാത്രമേ ഉള്ളൂ, മൂലഭാഷയെക്കുറിച്ചോ അതിന്റെ സൂചനകളെക്കുറിച്ചോ ഇതര വ്യാഖ്യാനങ്ങളെക്കുറിച്ചോ ഒരു ബോധ്യവുമില്ലാത്ത ഒരാള് വിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ അബദ്ധമല്ലാതെ വേറൊന്നും വരില്ല. നാലാമത്തത്, അബദ്ധ പ്രബോധനങ്ങളിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. ബൈബിളിനെ യഥാവിധി സമീപിക്കാത്തത് കൊണ്ട് ഇന്നും കേരളത്തിൽ അബദ്ധ പ്രബോധനങ്ങളുള്ള ഒരുപാട് കൾട്ടുകളുണ്ട്. എന്താണ് ബൈബിളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ
ബൈബിളിലെ അക്ഷരങ്ങളെ അല്ലെങ്കിൽ വാക്കുകളെ മാത്രം എടുത്തുകൊണ്ട് അത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തെറ്റിലേക്ക് അധപ്പതിച്ചിരിക്കുന്നത് ഇന്ന് ഈ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവനവന്റേതായ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ബൈബിൾ വ്യാഖ്യാനിക്കാം. അവനവന്റെ ഇഷ്ടം നടക്കാനുള്ള, അവനവൻ ആളെ കൂട്ടാനുള്ള ഒരു ഉപാധിയായി ബൈബിൾ വ്യാഖ്യാനം മാറാം. ഇങ്ങനെ വിവിധങ്ങളായ കാരണങ്ങളാൽ ബൈബിളിന്റെ വിശദീകരണവും അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളും ഒരു വൈദികന്റെ പഠിപ്പിക്കലും ഒരു വൈദികന്റെ പ്രവൃത്തിയായി ഏറെ നാൾ സുരക്ഷിതമായി നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. സുരക്ഷിതമായി എന്ന വാക്ക് വീണ്ടും ചേർക്കുന്നു. ഇനി എനിക്കൊരു പഴയ സംഭവത്തെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഈ സുവിശേഷം പണ്ടേ ഉള്ള ഒരു സുവിശേഷമാണ്, തലമുറകളായി ഉപയോഗിക്കുന്നത്. ഇത് പഞ്ചഗ്രന്ഥിയാണ്. കനിമൂസ മാണിക്കത്തനാർ വിവർത്തനം ചെയ്തത്. ഈ സുവിശേഷത്തിന്റെയും അതുപോലെ തന്നെ മാന്നാനത്ത് നിന്നുള്ള ക്ഷീത ബൈബിളിന്റെയും ഒക്കെ മുൻഭാഗത്തായിട്ട് സുവിശേഷമല്ലാത്ത, ബൈബിൾ അല്ലാത്ത ഒരു സംഗതി എഴുതിയിട്ടുണ്ടാവും. ഇതൊന്ന് വായിച്ചു കിട്ടാൻ വേണ്ടി ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് പാടുപെട്ടിട്ടുണ്ട്. നടന്നിട്ടില്ല, അന്നൊന്നും നടന്നിട്ടില്ല. ഒന്നാമത് അതിൽ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷാണ് എന്ന ധാരണയിൽ അതിന്മേലൊരു കുറച്ച് നാള് മെനക്കെട്ടുന്നു. പ്രൊവിദന്തിസിമൂസ് ദേവുസ് എന്ന ലത്തീൻ വാക്കാണ് അത് എഴുതിയിരിക്കുന്നത്. പരമപരിപാലകനായ ദൈവം എന്നാണ് അതിന്റെ അർത്ഥം. അത് താഴെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. പിന്നെ അതിലെ ഒരു ഖണ്ഡിക പോലും തികച്ചു വായിക്കാനുള്ള വ്യുൽപ്പത്തി തൽക്കാലം ആർക്കുമില്ല. അന്നില്ല, ഇന്നും അത് കുറച്ച് കഷ്ടിയാണ്, അഥവാ ക്ഷമ വേണം വായിക്കാൻ. അതുകൊണ്ട് തന്നെ ഇതെന്തിനാ എന്നൊരു ചോദ്യത്തോടു കൂടി കൂട്ടിമറിക്കുകയായിരുന്നു പതിവ്. യഥാർത്ഥത്തിൽ എന്തിനാണ് പ്രൊവിദന്തിസിമൂസ് ദേവുസ് അവിടെ ലയോ 13 തിരുമേനി എഴുതി പ്രസിദ്ധീകരിച്ചത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് അത് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം ഉണ്ടാകുന്നത് ആ യന്ത്രത്തെ പ്രവർത്തിപ്പിക്കുന്നതിന് സഹായകരമാകും. അത് അനുപേക്ഷണീയമായ സംഗതിയുമാണ്. അതുപോലെ സുവിശേഷത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച സഭയുടെ കൃത്യമായ പ്രബോധനത്തോടു കൂടെയാണ് അന്നത്തെ സുവിശേഷങ്ങൾ വിരചിതമായതും പ്രകാശിതമായതും. ഈ പരമപരിപാലകനായ ദൈവം എന്ന തിരുവെഴുത്ത് ഇന്നും സുവിശേഷം വായിക്കുമ്പോഴും സുവിശേഷം പഠിക്കുമ്പോഴും സുവിശേഷത്തെ സമീപിക്കുമ്പോഴും സാർത്ഥകമായ ഒരു സംഗതിയാണ്. സഭയാണ് ദൈവത്തിന്റെ വചനം. കൃത്യമായ അർത്ഥത്തിൽ അത് എഴുതിക്കൂട്ടിയ ഒരു പുസ്തകത്തിന്റെ പേരല്ല ദൈവവചനമെന്ന്. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നതിന്റെ പേരാണ്, ആ സംഗതിയാണ് ദൈവവചനം എങ്കിൽ ദൈവം സംസാരിക്കുന്നത് സഭയിലൂടെയാകയാൽ സഭയാണ് ദൈവത്തിന്റെ വചനം. വീണ്ടും അതിന് അവാന്തര വിഭാഗങ്ങളും ഉള്ളടരുകളുമുണ്ട്. ബൈബിൾ കൃത്യമായി എഴുതപ്പെട്ടതും ക്രോഡീകരിക്കപ്പെട്ടതും സഭയിൽ ഉപയോഗിക്കപ്പെടുന്നതുമായ ഒന്നാണ്. ഒരു ടൂളാണ് ദൈവവചനത്തിന്റെ, ഒരു ടൂളാണ്, ഒരു ഉപകരണം. കൂദാശകൾ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? ഇതെന്റെ ശരീരമാകുന്നു എന്ന് ഓരോ കുർബാനയിലും ആവർത്തിക്കപ്പെടുന്നത് അവിടുത്തെ വചനം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? ദൈവപുത്രനാകുകയും ദൈവപുത്രിയാവുകയും ചെയ്യുന്ന മാമോദീസ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? പട്ടം ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ പിന്നെ എന്താണ്? അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം പൂർത്തീകരിക്കപ്പെടുമ്പോൾ, കൂദാശ ചെയ്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനമല്ലാതെ മറ്റെന്താണ്? കൂദാശകൾ ദൈവത്തിന്റെ വചനമാണ്. വീണ്ടും വിശുദ്ധ പാരമ്പര്യങ്ങൾ, തലമുറ തലമുറയായി ഈ അപ്പസ്തോലിക സഭ മുത്തുപോലെ കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വചനത്തിന്റെ അനുഷ്ഠാനമാണ്. വീണ്ടും സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ,
ദൈവത്തിന്റെ വചനത്തിന്റെ വിശദീകരണവും ദൈവവചനത്തിനോടൊപ്പം ചേർത്ത് വായിക്കുന്നതുമാണ്. അതിമനോഹരമായ ആരാധനാക്രമം ദൈവത്തിന്റെ വചനമാണ് ലിറ്റർജി. അതുകൊണ്ടാണ് ലിറ്റർജിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വ്യത്യാസം പാടില്ല എന്ന് പറയുന്നത്. ദൈവവചനത്തെ നമുക്ക് വളയ്ക്കാനും തിരിക്കാനും പറ്റുകയില്ല, വള്ളി പുള്ളി മാറ്റാൻ പറ്റുകയില്ല. അതുപോലെ തന്നെയാണ് ലിറ്റർജിയും, അത് വള്ളി പുള്ളി മാറ്റാൻ പറ്റുകയില്ല. ഒന്നുകൂടെ പറയട്ടെ, ദൈവവചനം എന്നത് പുസ്തകം മാത്രമല്ല, ദ ബൈബിൾ മാത്രമല്ല. ബൈബിൾ ഈസ് വൺ ഓഫ് ദ ടൂൾസ്, ഷുവർലി ദ പ്രൈമറി വൺ. ആദ്യത്തേതെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിച്ചോളൂ. പക്ഷേ ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തിനുള്ള ഏക ഉപാധിയല്ല, വിശുദ്ധീകരണത്തിനുള്ള ഏക ഉപാധിയല്ല. സോളാ സ്ക്രിപ്തൂറ എന്നത് തെറ്റാണെന്ന് ഇപ്പൊ നമുക്ക് ബോധ്യമാകും. ഒരിക്കലും ശരിയല്ല. ഒരുപാട് സംഗതികളുടെ സമ്മിളിത സമ്മേളനമാണ് ദൈവവചനം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സഭയാണ്, സഭയുടെ വിവിധങ്ങളായ നിലപാടുകളാണ്, അഥവാ സഭയുടെ പ്രവർത്തന മണ്ഡലമാണ് ദൈവവചനത്തിന്റെ മേഖല. പ്രൊവിഡൻസിമൂസ് ദേവൂസിന്റെ ഒന്നാമത്തെ ഖണ്ഡികയിൽ തന്നെ ഇപ്രകാരം പറയുന്നു: ദൈവം തന്റെ ദൈവത്വത്തിന്റെയും ജ്ഞാനത്തിന്റെയും കൃപയുടെയും നിഗൂഢ രഹസ്യങ്ങൾ വെളിപാടായി നമുക്ക് തന്നിരിക്കുന്നു. ഈ വെളിപാട് എവിടെയാണുള്ളത്? ഒറ്റ വാക്കിൽ നമുക്ക് തോന്നിയാല് നമ്മൾ വിചാരിക്കുക, ദൈവത്വത്തിന്റെയും ജ്ഞാനത്തിന്റെയും കൃപയുടെയും നിഗൂഢ രഹസ്യങ്ങൾ ബൈബിളിലല്ലേ ഉള്ളത്. അടുത്ത വാക്യം: പ്രകൃത്യാതീതമായ ഈ വെളിപാട് സാർവത്രിക സഭയുടെ വിശ്വാസപ്രകാരം എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങളിലും എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലും അത്രേ അടങ്ങിയിരിക്കുന്നത്. ഇവിടെ ബൈബിൾ മാത്രമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. ദൈവവചനം ബൈബിൾ മാത്രമല്ല, പ്രത്യുത സഭയെ ഒന്നാകെ ദൈവവചനം എന്ന് നമുക്ക് പറയാം. കൂദാശകളുണ്ട്, അതിൽ പാരമ്പര്യങ്ങളുണ്ട്, ആരാധനാക്രമമുണ്ട്, തീർച്ചയായും വിശുദ്ധ ലിഖിതങ്ങളുണ്ട്. ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് ദൈവവചനം എന്ന സംഗതി ഉണ്ടാകുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ദൈവവചനം നമുക്കായി തന്നിരിക്കുന്നത്? സഭയെ എന്തിനു വേണ്ടി തന്നിരിക്കുന്നു? ദൈവവചനത്തെ എന്തിനു വേണ്ടി തന്നിരിക്കുന്നു? തിമത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തില് 16-ാമത്തെ തിരുവചനത്തില് വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു: വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കാൻ ദൈവവചനത്തിന്റെ വിനിയോഗം, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും, വെറുതെ വായിച്ച പൂർണ്ണത കൈവരിക്കുകയില്ല എന്ന് ചുരുക്കം. ഞാൻ സുവിശേഷമൊക്കെ വായിക്കും, ദിവസവും വായിക്കും, ഒരു അധ്യായം ഞാൻ എന്തായാലും വായിക്കും. ദൈവഭക്തനായ മനുഷ്യനാ പൂർണ്ണത കൈവരിക്കുന്നത്. സുവിശേഷം വായനയുടെ അടിസ്ഥാനം അത് ചരിത്രമാണോ എന്ന് പരിശോധിക്കലല്ല, അല്ലെങ്കിൽ അത് എല്ലാ ദിവസവും ഒരു നേർച്ച പോലെ എന്തെങ്കിലും ആയിപ്പോട്ടെ, കാമണിക്കൂർ വായിച്ചേക്കാം എന്നുള്ളതല്ല. ദൈവഭക്തിയുടെ ആഴമേറിയ പ്രകടനമായി നമ്മൾ അത് വായിക്കുമ്പോൾ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവഭക്തിയാണ് യഥാർത്ഥത്തിൽ ദൈവവചനത്തിന്റെ ഫലദായകത്വത്തിന്റെ അടിസ്ഥാനം. വീണ്ടും ഹെബ്രായ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാം തിരുവചനം, അത് സൂചിപ്പിക്കുന്നത് നിത്യതയിലേക്കുള്ള യാത്രയിൽ ദൈവോന്മുഖമായ ജീവിതത്തിന് വചനം എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുള്ളത്. ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്. സജീവമാണത്. നമുക്കതിനെ വേണമെങ്കിൽ പൊത്തേന്തിയ എന്ന വാക്കാണ് അതിനകത്ത് ഊർജമുണ്ട്, പക്ഷെ അത് അനക്കമില്ല. അഥവാ സജീവം. ഇപ്പൊ ഒരു വിത്ത്, ഇപ്പൊ ഒരു നെല്ലിന്റെ വിത്ത്, അത് സജീവമാണ്. ഒരു നെൽമണി, അത് സജീവമാണ്. കാരണം അതിനകത്തുനിന്ന് വിത്തുണ്ടാകാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് അത് ഓടി നടക്കുമോ? ഇല്ല. അതിനകത്തുനിന്ന് നെല്ലുണ്ടാകും എന്ന കാരണത്താൽ അത് ഓടി നടക്കുകയായിട്ട് അതിനൊരു ഇല്ല. പക്ഷെ അതിനുള്ളിൽ ജീവനുണ്ട്. അതുപോലെ വായിക്കുന്ന ഓരോ സംഗതിക്കും ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ റെലവൻസ് ഇല്ലെങ്കിലും നെന്മണി പോലെ അത് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരും, മനസ്സിനകത്തേക്ക് കടന്നു വരും. എപ്പോഴാണ് ഒരു നെന്മണി മുളയ്ക്കുക? ഈർപ്പവും മർദ്ദവും കൃത്യമായിരിക്കുന്ന സമയത്ത്.
അങ്ങനെ പാരിസ്ഥിതികപരമായ സാഹചര്യങ്ങൾ കൃത്യമായിരിക്കുന്ന സമയത്ത് അത് നന്മണി മുളയ്ക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ പരിസ്ഥിതി എപ്പോഴാവശ്യപ്പെടുന്നുവോ അപ്പോൾ ഈ ദൈവവചനം ഫലം പുറപ്പെടുവിപ്പിക്കാൻ ആരംഭിക്കും. ഉദാഹരണത്തിന് സുഖമായിട്ട് ചമ്രം പടിഞ്ഞിരുന്നു നീ ഭയപ്പെടണ്ട എന്ന് നമ്മൾ വായിച്ചു. അതിനൊരു റെലവൻസും ഇല്ല, കാരണം എനിക്ക് ഭയമില്ല. പക്ഷെ എനിക്ക് ഭയം ഉണ്ടാകുമ്പോൾ ആ വചനം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഭയപ്പെടേണ്ട എന്ന് ദൈവം പറഞ്ഞ വചനം. അതുകൊണ്ട് അതിനെ സജീവത എന്ന് പറയുന്നു. ഊർജ്ജസ്വലമാണ്. ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും മുന്നേറാൻ ദൈവത്തിന്റെ വചനം അനുദിനം അത്യന്താപേക്ഷിതമാണ്. ആധ്യാത്മിക ജീവിതത്തിൽ ഇന്ധനമില്ലാതെ പോകുന്നിടത്ത് തന്നെ നിൽക്കുന്നതിന്റെ കാരണം, ഒരു പുരോഗതി ഇല്ലാതെ നിൽക്കുന്നതിന്റെ കാരണം ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല, അത് പാരായണം ചെയ്യുന്നില്ല, സ്വാംശീകരിക്കപ്പെടുന്നില്ല. വീണ്ടും അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. നമ്മളെ മുറിക്കാൻ നമ്മുടെ ആത്മാവിനെ അത് ദൈവത്തിന് അനുരൂപമായ വിധത്തിൽ രൂപഭേദപ്പെടുത്തിയെടുക്കാൻ ദൈവവചനത്തിന് കഴിയും. ചേതനയിലും ആത്മാവിലും, ചേതന എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റൻഷൻസ്, നമ്മുടെ നിയോഗങ്ങള്, നമ്മുടെ മനസ്സ് എന്ന് നമുക്ക് പറയുന്നത്, ഇന്റൻഷൻ അല്ല, മനസ്സ് എന്ന് പറയുന്നത്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ന്യൂമ. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ആത്മാവ് എന്താണെന്ന് അറിയാം. നമ്മുടെ മനോവ്യാപാരങ്ങളെ അത് നിയന്ത്രിക്കുന്നു. നമ്മുടെ ആത്മാവിന്റെ ചെയ്തികളെ, നിലപാടുകളെ, ചിന്തകളെ, ദൈവോന്മുഖമായ യാത്രയെ അത് സ്വാധീനിക്കുന്നു. സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി. ഈ സന്ധിബന്ധങ്ങളെല്ലാം നമുക്ക് എന്തിനു വേണ്ടിയാണ്? തിരിയാൻ വേണ്ടിയാണ്, ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയാണ്. അപ്പൊ ഈ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും നമുക്ക് ജീവിതത്തില്. തിന്മയിൽ വിട്ടുപേക്ഷിച്ചു പോകാൻ, ഒരേ പാതയിൽ തന്നെ സഞ്ചരിക്കുന്നവനും മാറി നടക്കാൻ, ദൈവോന്മുഖമായ യാത്രയിൽ, നിത്യത്തിലേക്കുള്ള യാത്രയിൽ കൃത്യമായ വഴി തിരഞ്ഞെടുക്കാൻ, ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും കൃത്യമായി ചെയ്യാൻ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റീപ്രിയോറിറ്റൈസേഷൻ ഓഫ് പ്രിയോറിറ്റീസ് എന്ന് നമ്മൾ പറയാം. നമ്മുടെ പ്രിയോറിറ്റീസിനെ, നമ്മുടെ മുൻഗണനകളെ പുനഃക്രമീകരിക്കാൻ ദൈവവചനത്തിന്റെ പാരായണത്തിനും അതിന്റെ സ്വാംശീകരണത്തിനും കഴിയും. അതുകൊണ്ട് ഇത് അനുപേക്ഷണീയമാണ്. വീണ്ടും, ആരാണ് വ്യാഖ്യാനം കൊണ്ട് നാശം വരുത്തുന്നവര്? വ്യാഖ്യാനം കൊണ്ട് ദൈവവചനം ആർക്കും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്നതാണ് ഞങ്ങളുടെ പ്രത്യേകത എന്ന് പ്രൊട്ടസ്റ്റന്റുകാരനോ പെന്തക്കോസുകാരനോ ഒക്കെ പറയുമ്പോൾ അതിന്റെ അപകടം എന്താണ്? അതിന്റെ ഒരു ചില്ലറ അപകടങ്ങൾ മാത്രം, വളരെ ഉപരിപ്ലവമായ അപകടങ്ങൾ മാത്രം ഞാനിവിടെ പറയുകയാണ്. ഒന്ന്, ഭക്തിയില്ലാത്ത പണ്ഡിതർ ദൈവവചനത്തെ ദൈവവചനമായി തന്നെ സമീപിക്കാതെ ചരിത്രമായും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഒരു ഇതിഹാസമായും ഒക്കെ സമീപിക്കുമ്പോൾ ഭക്തിയില്ലാത്ത പണ്ഡിതർ ദൈവവചനത്തിന് ആഘാതമേൽപ്പിക്കുന്നു, ദൈവവചന വ്യാഖ്യാന ശാസ്ത്രത്തിന് ആഖ്യാനമേൽപ്പിക്കുന്നു. വീണ്ടും, പാണ്ഡിത്യമില്ലാത്ത ഭക്തരും ഒരുപോലെ ഉപദ്രവികളാണ്. ഭക്തിയില്ലാത്ത പണ്ഡിതരെ പോലെ തന്നെ ഉപദ്രവിയാ പാണ്ഡിത്യമില്ലാത്ത ഭക്തര്. ദൈവവചനത്തിന് ഒരുതരം ഭ്രാന്തമായ ഉപയോഗം കൊടുത്തുകൊണ്ട്, ഉദാഹരണത്തിന് പറയാനാണെന്നുണ്ടെങ്കിൽ ശകുനം നോക്കുന്ന മാതിരി ദൈവവചനം നോക്കുക, ഞാൻ അങ്ങോട്ട് പോയാൽ നടക്കുമോ, ഒന്ന് കുത്തിമറിച്ചേക്കാം നമുക്ക്. അങ്ങനെ കുത്തിമറിക്കാവുന്ന ഒരു സാധനമാണോ? തത്തയുടെ ചീട്ടെടുക്കുന്ന മാതിരി. വചനപ്പെട്ടി എന്നതൊരു ഭക്തിയാണോ എന്നുള്ളത് ഒരു ഭക്തി പ്രകടനമാണോ, അതോ അതൊരു ശരിയല്ലാത്ത കാര്യമാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വചനം ഇങ്ങനെ ചെറിയ തുണ്ടുകളാക്കി ഒരു കടലാസിലിടുക, ഒരു പെട്ടിയിലിടുക, അതിനകത്തൊന്ന് ഒന്ന് നോക്കിയിട്ട് ഭാവി തീരുമാനിക്കുക. അതോ ദൈവം അങ്ങനെയാ പറയുന്നതെന്ന് വിചാരിക്കുക? ദൈവം പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു തൊട്ട് കർത്താവ് യേശുവെ വരണമേ ആമേൻ വരെയുള്ളത് മുഴുവൻ ദൈവവചനം. അതിനകത്ത് ഒരു കഷ്ണം 2 കഷ്ണമായിട്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റുകയില്ല. വീണ്ടും, തന്നിഷ്ടക്കാര് അവരവരുടേതായ ചില ഇഷ്ടങ്ങൾ ഉണ്ടാകും. ആ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കും. ഇതിങ്ങനെ വ്യാഖ്യാനിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുക. അതുകൊണ്ട് ചിലപ്പോൾ പടലാഭമാകാം, ചിലപ്പോൾ സ്ഥാനങ്ങളാകാം, വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ള ഒരു മിടുക്കിന്റെ കാണിക്കലായിരിക്കാം, സഭയെക്കാളും വ്യത്യസ്തമായ ഒരു അഭിപ്രായം എനിക്കുണ്ട് എന്നുള്ള പ്രകടനാത്മകതയായിരിക്കാം. എന്തായാലും ഉപദ്രവം തന്നെയാണ്. അടുത്തത് വിമർശകർ. യഥാർത്ഥത്തില് ഈ പ്രൊവിഡന്റിസിമൂസ് അന്യൂസ് ആക്രമിക്കുന്ന പ്രധാനമായ പിതാവ് ഊന്നിപ്പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് ഉപരിവിമർശകരുടെ ഹയർ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അവരിതിനെല്ലാത്തിനും സാധാരണത്വം കണ്ടെത്തും. പണ്ഡിതന്മാരാ, എണ്ണം പറഞ്ഞ പണ്ഡിതന്മാരാ. അപ്പോ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാര്യങ്ങളും എല്ലാം അതൊക്കെ അന്നങ്ങ് സംഭവിച്ചതിനെ നമ്മള് അത്ഭുതങ്ങളുടെ പരിവേഷം കൊടുത്തങ്ങ് എഴുതിയിരിക്കുന്നു എന്നുള്ളത്. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും.
5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തി. ഈ ഹയർ ക്രിറ്റിസിസംകാർ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ 5 അപ്പവും 2 മീനും കൂടെ ആ ചെറുക്കൻ എടുത്തിട്ട് ഈശോയുടെ അടുത്ത് കൊടുത്തു. അപ്പൊ അത് കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ. അവർ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതും എന്നാൽ മറച്ചു വെച്ചതുമായ അവരുടെ ഈ പിന്നെ ആഹാരമെല്ലാം കൂടെ അവരും എടുത്ത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈശോയിൽ സ്റ്റാർട്ട് ചെയ്തത് യഥാർത്ഥത്തിൽ അവർക്ക് എല്ലാവർക്കും മിച്ചം 12 കൊട്ട നിറയെ ശേഖരിക്കാൻ മാത്രം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഈശോ ഒരു ഇൻസ്പിറേഷൻ ആണ് കൊടുത്തത്, ഒരു മോട്ടിവേഷൻ കൊടുക്കുക ചെയ്തത്. ഇതാണ് ഉപരിവിമർശകരുടെ ഒരു സൂത്രം എന്ന് തന്നെ പറയാം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ, അവർ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളിലും സാധാരണത്വം അവർ അതിനകത്ത് ആരോപിക്കുന്നു. ദൈവത്തിന്റെ പ്രകൃതി ശക്തികളിന്മേലുള്ള അധീശത്വത്തെ അവർ സാധാരണവൽക്കരിക്കും. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പോ പിന്നെ ഈ കടല് കടന്നു, മിസ്രയീം ആക്രമിക്കുമ്പോ ചെങ്കടൽ കടന്നു. ചെങ്കടലിന് ഇടയ്ക്ക് ഈ വറ്റിപ്പോകുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോ ആ വറ്റിപ്പോകുന്ന സ്വഭാവമുള്ള സമയത്ത് ഇപ്പൊ ഏറ്റവും വലിയ ഇറക്കമുണ്ടല്ലോ, വേലിയിറക്കമുള്ള സമയത്ത് വേഗം കടന്നതാണ്. അപ്പോ പിന്നെ മറ്റേ മിസ്രയീംകാര്, ഈജിപ്തുകാരെല്ലാരും കൂടെ വന്നപ്പോ പെട്ടെന്ന് വേലിയേറ്റം ഉണ്ടായി, അതങ്ങ് പോയി, അവരെല്ലാരും കൂടെ മുങ്ങിപ്പോയി. ഇത് ഇസ്രായേൽക്കാരെഴുതിയപ്പം ദൈവം ചെങ്കടൽ വിഭജിച്ചു എന്ന് അതിശയോക്തിയിലെഴുതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പ്രകൃത്യതീതമായ ഇടപെടലിനെ സാധാരണവൽക്കരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നതാണ് ഉപരിവിമർശനം. വളരെ കർശനമായി കൂലങ്കഷമായിട്ട് അതിനെ സമീപിക്കുകയും കർശനമായി അതിനെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രബുദ്ധ. വീണ്ടും ബൈബിളിൽ വിപ്ലവം കണ്ടെത്തുന്നവർ, യേശു എന്ന സാമൂഹിക പരിഷ്കർത്താവ് രണ്ടുള്ളവനൊന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്നുള്ളതാണ്. അല്ലാതെ ഈശോ മിശിഹ ഇവിടെ ആയിരുന്നതും ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നതും കടന്നു പോകുന്നതുമായ ഒരു രക്ഷയെ കുറിച്ചിട്ട്, ഇവിടെ പൂർത്തീകരിക്കുന്ന തന്റെ ബലിയെ കുറിച്ച്, അതൊന്നും അവർക്ക് വിഷയമല്ല. യേശു എന്ന വിപ്ലവ സൈദ്ധാന്തികനെ കുറിച്ചിട്ടാണ് അവര് വിശദീകരിക്കുന്നത്, ഉയർത്തിപ്പിടിക്കുന്നത്. പിന്നെ മനുഷ്യ ചരിത്രം മാത്രം അന്വേഷിക്കുന്നവർ, വിശദീകരണം വേണ്ട കാര്യമില്ല. മനുഷ്യൻ എങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, ആ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നു, ഈ ഉച്ചനീചത്വങ്ങൾക്കെതിരായി ഫലപ്രദമായി പ്രതിരോധിച്ച ഒരുത്തനായിരിക്കണം, ആയിരിക്കണം യേശു. പിന്നെ ഇതിനകത്ത് ചരിത്രം കൃത്യമല്ല, പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്താണെന്നുള്ളതിന് തെളിവില്ല. ഫ്ലാബീസ് പിന്നെ തെളിവിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാനൊരു വാദത്തിന് പറഞ്ഞതാണ്. പിന്നെ ഇത് ജോസഫ്യൂസ് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക, അദ്ദേഹം ഇങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, മറ്റേ ചരിത്രകാരന്മാർ അങ്ങനെയായിരിക്കും. ഇങ്ങനെ മനുഷ്യന്റെ ചരിത്രം മാത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. രക്ഷയുടെ ചരിത്രമാണ് സുവിശേഷം എന്നത് മറന്നു പോവുക. വീണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സുവിശേഷം? അത് നമ്മുടെ ഹൃദയവയലുകളിൽ വീഴുന്ന വിത്താണ്. അതെവിടെയൊക്കെ വീണു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 1-ാം വാക്യം തൊട്ട്. അതുപോലെ തന്നെ വിശുദ്ധ മർക്കോസ് പറയുന്നുണ്ട്, വിശുദ്ധ ലൂക്കാ പറയുന്നു. നമുക്കറിയാം, കുറെ വഴിയരികിൽ വീണു, കുറെ മണ്ണ് ആഴമില്ലാത്തിടത്ത് വീണു, കുറെ മുൾച്ചെടികൾക്കിടയിൽ വീണു, എന്നാൽ ചിലത് ഹൃദയ വയലുകളിൽ. നമ്മൾ എവിടെയാണ് വീഴിക്കുന്നത് നമ്മുടെ വിത്തിനെ? നമ്മൾ ഇതിൽ ഏത് നിലമാണ്? എല്ലാവരും ചവിട്ടിക്കേറി പോകുന്ന ഒരു വഴിയമ്പലം പോലത്തെ മനസ്സാണോ നമ്മുടേത്? അതോ പെട്ടെന്ന് വിചാരങ്ങൾക്ക് അധീനമായി കർത്താവേ ഞാൻ മാറുന്നു, എല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞ് എവിടെ സ്തോത്രം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് സൂത്രം പറയുന്ന ആൾക്കാരാണ്? അതോ ജീവിതത്തിന്റെ ക്ലേശങ്ങളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇതുണ്ട്, അതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വിഷമങ്ങളെല്ലാം കൂടെ നമ്മളെ ഞെരുക്കി കളയുകയാണോ ചെയ്യുന്നത്? അതോ ദൈവത്തിന്റെ വചനത്തെ അത് അർഹിക്കുന്ന ബഹുമാനത്തോടും ആരാധനയോടും കൂടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദൈവവചനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ സമീപിക്കുന്നതിന്റെ പേരാണ് ദിവ്യ വായന, ലക്തിയോ ദിവീന. ലക്തിയോ എന്ന് പറഞ്ഞ വായനയാണ്, ദിവീന എന്ന് പറഞ്ഞാൽ ദിവ്യം. ദൈവത്തിന്റെ വചനത്തെ അതർഹിക്കുന്ന ഗൗരവത്തോടും ആരാധനാ മനോഭാവത്തോടും കൂടെ വീക്ഷിക്കുമ്പോൾ, ഫലപ്രദമായി നമ്മുടെ ജീവിതത്തിൽ അത് ഇടപെടണമെന്ന ആഗ്രഹത്തോടും കൂടെ വീക്ഷിക്കുമ്പോൾ ദിവ്യവായനയിലേക്ക് നാം നടന്നെടുക്കുകയാണ്. ദിവ്യവായനയിൽ കുറെ സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ. ഒന്ന്, നമ്മൾ ഓടിച്ചെന്നിട്ട് ഒരു സുവിശേഷം എടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മളൊന്ന് തയ്യാറെടുക്കുക. ഞാൻ സുവിശേഷമാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞു.
എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഈ ഞാൻ നേരത്തെ കാണിച്ച പഞ്ചഗ്രന്ഥി അല്ലെങ്കിൽ മാന്നാനംകാരുടെ ക്ഷീത ബൈബിള് അതിനകത്തൊക്കെ ആദ്യം ഒരു ഒന്നിലധികം പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു, സമാപന പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സുവിശേഷങ്ങളിലാണ് അതൊന്നും ഇല്ലാത്തത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാതിന്റെ ഉപദേശത്തിന്റെ ഉത്തമ വിത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ വിതയ്ക്കുകയും അത് നിന്റെ ഇഷ്ടമനുസരിച്ച് വളർന്നു നാഥനായി നിന്നെ പ്രസാദിപ്പിക്കുന്ന ഫലങ്ങൾ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും പുറപ്പെടുവിപ്പിക്കേണ്ടതിന് നിന്റെ നന്മയുടെ ഞങ്ങളുടെ മേൽ പെയ്യിക്കണം. ഈ ഒരു ജപത്തിന് ശേഷമാണ് സുവിശേഷം വായിക്കുക. അപ്പൊ ഒരു പ്രിപ്പറേഷൻ വേണം. പിന്നെ നമ്മൾ വായിക്കണം. വായിച്ചു കഴിഞ്ഞാൽ ഉടനെ പുസ്തകം അടക്കി നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി കൊടുക്കാൻ ഓടരുത്. പിന്നെ ഇത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം, ധ്യാനിക്കണം. ധ്യാനിച്ചാൽ മാത്രമാണ് അത് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരിക. അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് വരേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. ചുരുക്കത്തിൽ നമുക്ക് അത് കുറച്ചുകൂടെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇപ്രകാരം ചെയ്യാൻ നമുക്ക് വചനം വായിക്കുക, നിശ്ചയമായി അതിനു മുമ്പ് പ്രാർത്ഥിക്കുക, വചനത്തെക്കുറിച്ച് ധ്യാനിക്കുക, വചനം പ്രാർത്ഥിക്കുക, വചനം അനുസരിക്കുക, വചനം ജീവിക്കുക. വചനമനുസരിച്ച് ജീവിക്കണം. മോര് മുതിരെ പോലെ അനുദിന ജീവിതം ഒരു വഴിക്ക്, വചന വായനയും കാര്യങ്ങളും ഭക്തിഭ്യാസങ്ങളും ഒരു വഴിക്ക്. അതുണ്ടാവരുത്. എവിടെ നിന്നാണോ നിങ്ങൾ ശക്തി സംഭരിക്കുന്നത് അത് നിർദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ നമ്മൾ പുനഃക്രമീകരിക്കണം. ജീവിതത്തിൽ കർത്താവിന്റെ കരുണയും കരുതലും നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ആ കർത്താവിന്റെ കാരുണ്യവും സ്നേഹവും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി പ്രകടിപ്പിക്കുകയും ചെയ്യണം അവരനോട്. അതുകൊണ്ട് ഏറ്റവും വലുത് വചനം ജീവിക്കുക എന്നുള്ളതാണ്, വചനമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പുള്ള 4 സ്റ്റെപ്പുകളാണ്: വചനം വായിക്കുക, പ്രാർത്ഥനാപൂർവ്വം വായിക്കുക, പ്രാർത്ഥനയോടുകൂടെ ധ്യാനിക്കുക, വീണ്ടും പ്രാർത്ഥിക്കുക, വചനം അനുസരിക്കുക, വചനം ജീവിക്കുക. നമ്മൾ ഉപസംഹരിക്കുകയാണ്. ഞാനോ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കും. ഇതെല്ലാം അവസാനിക്കും, ഈ ലോകത്തിലെ സകലതും അവസാനിക്കും. എന്നാൽ നിത്യമായി നിലനിൽക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ വചനത്തിലേക്ക് സമീപിക്കേണ്ടത്. അങ്ങനെ വചനബദ്ധിയായ ഒരു ജീവിതം നയിച്ചുകൊണ്ട്, വചനം കേട്ടതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നിശ്ചയമായും നിത്യജീവനിലേക്ക് കടക്കും എന്ന വാഗ്ദാനത്തിന് നമ്മൾ അർഹരാവുകയും ചെയ്യും. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു എന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:14 ഒരു സ്ത്രീയുടെ അനുസരണം മൂലം ഉണ്ടായതാണ്. വചനം അവളുടെ ജീവിതത്തിലാണ് മാംസമായത്. മറിയം ക്രിസ്തീയ പൂർണ്ണതയുടെ ഉദാത്തമായ മാതൃകയായി മാറുന്നത് ഒരൊറ്റ കാരണത്താൽ. അവൾ വചനം അനുസരിച്ചു. വചനത്തെ അനുസരിച്ച വചനം അവളുടെ ജീവിതത്തിലൂടെ മാംസം ധരിക്കാൻ അനുവദിച്ചു. ആ അനുവാദമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് കർത്താവിന്റെ ദാസൻ, ഇത് കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അനുദിന ജീവിതത്തിൽ വചനം അനുവർത്തിക്കാനും, വചനം പ്രവർത്തിക്കാനും, വചനം നമ്മുടെ ജീവിതത്തിൽ സാക്ഷീകരിക്കാനും നമുക്ക് കഴിയുമെങ്കിൽ ഉറപ്പ് നമ്മൾ അമ്മയുടെ മക്കളാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും നന്ദിയോടുകൂടി പ്രാർത്ഥനാപൂർവ്വം നിങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നു. എല്ലാവരും ഈ ഒരു ക്ലാസ് മാത്രമല്ല, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കട്ടെ, രൂപതയിൽ നിന്നുള്ള ക്ലാസ്സും അതുപോലെ തന്നെ PDF-ലുള്ള നോട്ടും വായിച്ച് 1ാമത്തെ ക്ലാസ് ഭംഗിയായി പ്രിപ്പയർ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.